ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്ത് കഴുകി നല്ലോണം തുടച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു 100-150 ഗ്രാം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായ ശേഷം 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 15 വെളുത്തുള്ളി നെടുകെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. പിന്നീട് പൊടികൾ ഇട്ടതിന് ശേഷം ഓണാക്കിയാൽ മതി. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഞാൻ നേരത്തെ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നൊരു ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ കടുക് ചൂടാക്കി പൊടിച്ചതും കൂടെ ചേർക്കാം. ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് 1.5 ടേബിൾ സ്പൂൺ സുറുക്ക കൂടി ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. നല്ലോണം ഒന്ന് ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം.